CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളൊന്നും തന്നെ എളുപ്പമായിരിക്കില്ല. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഒരു സൂപ്പർ താരത്തെ ISLലെ വമ്പന്മാരായിട്ടുള്ള ഒരു ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ ഒരു സീസണിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം ചെറിയ പ്രതീക്ഷകളുമായി തുടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കഴിഞ്ഞ 3 മത്സരങ്ങൾ പരാജയപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വരാനിരിക്കുന്ന മത്സരങ്ങൾ പരിശീലകന്റെ ഭാവിയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. 3 മത്സരങ്ങൾ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് വരാനിരിക്കുന്നതിന് മികച്ച ടീമുകളുമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത 4 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ എഫ്സിക്കെതിരെയും FC ഗോവയ്ക്കെതിരെയും സ്വന്തം ആരാധകർക്ക് മുന്നിൽ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ വരാനിരിക്കുന്നത്. ഈ 2 ഹോം മത്സരങ്ങൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നേരിടുന്നത് പ്രധാന എതിരാളികളായ ബംഗളൂരു FC ആണ്. അതും അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുക. ബംഗളൂരു എഫ്സിയെ നേരിട്ടത് കഴിഞ്ഞതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മുന്നിൽ പിന്നീട് വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഷത്തർ തന്നെയാണ്. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത 4 മത്സരങ്ങൾ കോച്ചിന്റെ ഭാവിയെ സംബന്ധിച്ചും കൂടാതെ തന്നെ ടീമിന്റെ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ കൂടിയാണ്. ഏതായാലും ഈ ഒരു മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമായിരിക്കും മിക്കാൽ സ്കെറിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരുക. കൂടാതെ തന്നെ ആ ഒരു മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ആരാധകരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാവരും തന്നെ ആശങ്ക കുഴപ്പത്തിലാക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം എല്ലാ സീസണിലേത് പോലെ തന്നെ മികച്ച സ്കോറാണ് ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അണിനിരത്തിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അവർക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് ഡിഫൻസിൽ തന്നെയാണ്. ആ ഒരു ഡിഫൻഡിലെ പിഴവ് മൂലം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരുപാട് ബോളുകളും വഴങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തീർച്ചയായിട്ടും ഒരു സൂപ്പർ ഡിഫൻഡറെ ടീമിലേക്ക് എത്തിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നെയാണ്. ഏതായാലും ഒരു യുവ പ്രതിരോധ താരത്തെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ദീർഘകാല പദ്ധതിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നിലവിൽ ആസൂത്രണം ചെയ്യുന്നത്. എന്നാൽ മോഹൻ ബഗാന്റെ ഈ ഒരു നീക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കരുതിയിരിക്കേണ്ടത് തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ പ്രതിരോധ താരവും ഓർമിപ്പാർ ഉയ്വ എന്ന ആ ഒരു താരത്തെ പലപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ട്രാൻസ്ഫർ വിൻഡോയിലും ഹോർമിപ്പാമിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു പോയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇനി വരാനിരിക്കുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വീണ്ടും ഒരു ഇന്ത്യൻ സെന്റർ ബാക്കിനെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ ഹോർമിപ്പാമിന് അവർ തീർച്ചയായും ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ്. ഇതുവരെ താരത്തെ വിട്ടുകൊടുക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സാഹചര്യത്തിൽ മറിച്ചൊരു നീക്കം നടത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. ഏതായാലും എന്റെ അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ വിൽക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിലെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോർമിപ്പാമിന്റെ ഒരു വെൽ പെർഫോമൻസ് തന്നെയായിരുന്നു നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്താവും എന്നുള്ളത് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് പ്ലെയർ ഓഫ് ദ മന്തിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും ഓരോ മാസവും ഓരോ താരങ്ങളെ പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുക്കാറുണ്ട്. ഏതായാലും ഈ ഒരു മാസം അഥവാ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്ലെയർ ഓഫ് ദി മന്ത് ആയിരിക്കുന്നത് ഗാന സ്ട്രൈക്കർ ആയിട്ടുള്ള ക്വാമി പെപ്രയാണ്. നമുക്കറിയാം ഗാന സ്ട്രൈക്കർ ആയിട്ടുള്ള ക്വാമി പെപ്ര ഈ ഒരു മത്സരത്തിൽ അഥവാ ഹൈദരാബാദ് എഫ്സിക്കെതിരായിട്ടുള്ള മുമ്പത്തെ മത്സരത്തിൽ റെഡ് കാർഡ് വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോയതായിരുന്നു. പക്ഷെ ആ ഒരു മത്സരം കൊണ്ടുവന്നതും പെപ്ര ആയിരുന്നു, മത്സരം കൊണ്ടുപോയി തുലച്ചതും പെപ്ര ആയിരുന്നു. ഏതായാലും എനിവേ ഈ ഒരു മത്സരങ്ങളിലെല്ലാം തന്നെ ക്വാമി പെപ്രയുടെ മികച്ച പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും മുതൽക്കൂട്ടായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഒരു സീസൺ അവസാനം വരെയുള്ളൂ ക്വാമി പെപ്രയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ഉള്ളത്. അതിന് മുമ്പായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കരാർ താരത്തിന് നൽകുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരത്തെ സേഫ് സോണിലാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ISL ടീമുകൾ ഈ ഒരു വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ താരത്തെ റാഞ്ചാനും സാധ്യതയുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.